ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? താനിക്കുട്ടി ഇന്ന് സ്കൂൾ വിട്ട് വന്നേ പാടെ പറഞ്ഞു, "അമ്മ നമുക്കിന്ന് സിനിമയ്ക്ക് പോകാർഞ്ഞു." പാവല്ലേ ഞാൻ ഒന്നും നോക്കിയില്ല. 7 മണിക്ക് ഞാൻ സിനിമ ബുക്ക് ചെയ്തു ട്ടോ. അപ്പൊ ഞാനും അമ്മയും തനിക്കുട്ടിയും മാത്രേ ഉള്ളൂ. ഞങ്ങളിതേ നേരെ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിന്ന് ഇറങ്ങി. നോർമലി ആൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. പാർക്കിൽ പോകുക, അല്ലെങ്കിൽ മിഠായി വേണം, കറങ്ങാൻ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിപ്പോ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് പോണംന്ന് പറഞ്ഞത്. എന്നാ പിന്നെ എന്തായാലും പാവം അവളുടെ ആഗ്രഹമല്ലേ. പിന്നെ ആദ്യമായിട്ടാട്ടോ ഞാനും അമ്മയും തനിക്കുട്ടിയും സിനിമയ്ക്ക് പോണത്. എപ്പോ നോക്കിയാലും ചിങ്കുന്റെ കൂടെ പോവാറ്. പക്ഷേ ഇന്ന് പിന്നെ ചിങ്കു ഇല്ല. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറി. പക്ഷേ തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഡയറി പോയ ഒരു 10, 25 ആൾക്കാർ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മൂവിയിൽ മെയിൻ ബിജു മേനോനും അതേപോലെ ജോജു ജോർജും ആണ്. നല്ലൊരു കോംബോ ആയിരുന്നു. തനിക്കുട്ടിയാണെങ്കിലും അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി ആണെന്നുണ്ടെങ്കിൽ അവൾ ഇരുന്ന് കാണും ട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പാതി വഴി നാള് കിടന്നുറങ്ങും. അപ്പൊ ഇതാണ് നമ്മുടെ മൂവി വലതുവശത്തെ കള്ളൻ. ആ പേര് പോലെ തന്നെ സിനിമ എന്റെ അമ്മോ രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ അത് ഇന്റർവെൽ ആയ സമയത്ത് തനിക്കുട്ടി പറഞ്ഞു, അമ്മ എനിക്കിനി വേറെ എന്തെങ്കിലും തിന്നാൻ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അവിടെ അതേ ലൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോപ്കോൺ ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. ലൈസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കുള്ളൂ. ഇതിപ്പോൾ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കുറുമ്പ്. പിന്നെ ഞാൻ അവളുടെ നിന്ന് ലൈവായിട്ട് അടി വാങ്ങണല്ലോ വിചാരിച്ചിട്ട് മാത്രം വാങ്ങിക്കൊടുത്താട്ടോ. അങ്ങനെ സിനിമ തുടങ്ങി. ഇതൊരു കാഷ്വൽ സിനിമയാണ്, പക്ഷെ ത്രില്ലർ ആയിരുന്നു. മൂവിന്റെ ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ജീത്തു ജോസഫിന്റെ മൂവി ആയിരുന്നു. എന്തായാലും ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അടിപൊളി. മൂവി കഴിഞ്ഞു. തനിക്കുട്ടിക്ക് ഇതേ ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. കട അടച്ചുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ആദ്യമൊക്കെ ഏത് സിനിമ ഇറങ്ങിയാലും അപ്പൊ പോയിട്ട് കാണും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലട്ടോ. ഇപ്പൊ ഒരു മാസം 2 3 സിനിമ അങ്ങനെയൊക്കെ ആയിട്ട് മാറി. കാരണം ഫുള്ള് തിരക്കാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോയും വിളിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി തനിക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അവളെ മേലെ കഴുകി ഉറക്കിയിട്ടും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.